ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കാരമൽ സ്വീറ്റ് യോഗർട്ട് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് കാരമലായി വരണം കേട്ടോ, ഒരു ഗോൾഡൻ കളറായിട്ട് വരിക. ആ സമയത്ത് നമുക്ക് ഒരു 1/2 ലിറ്റർ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഈ കാരമൽ അപ്പോൾ ഒന്ന് കട്ടിയാവും, അതൊന്ന് മെൽറ്റായിട്ട് ഇനി ഈ പാലൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ സമയത്ത് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഈ യോഗട്ടിലേക്ക് ആവശ്യമായ മധുരത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയം ഞാൻ ഒരു 1 അവർ മുന്നേ തന്നെ കുറച്ച് തൈര് എടുത്തിട്ട് സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരുന്നു, അതിൻ്റെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്, നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആ തൈര് ഒന്ന് നമുക്ക് വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായി സ്മൂത്ത് ടെക്സ്ചറിൽ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ പാലൊക്കെ നല്ല തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ആ പാലിൽ നിന്ന് കുറച്ച് നമ്മൾ ഈ ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ യോഗട്ട് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ മിക്സ് നമുക്ക് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഈ ചെറിയ ചൂട് ഒരു കുറയുമ്പോഴാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഈ ചൂട് കുറഞ്ഞ പാല് നമുക്ക് സ്ട്രെയിനിലൂടെ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല പാലൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തൈരും പാലും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോ സ്റ്റീലിൻ്റെ കണ്ടെയ്നറിലോ ഇത് ഒഴിച്ചു വെക്കണം. ആ ക്ലിപ്സ് എൻ്റെ നിന്ന് മിസ്സായിട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് ഇത് 5 അവർ കഴിഞ്ഞിട്ടേ ഇത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ നമുക്കത് കിട്ടും. യോഗർട്ടിൻ്റെ രൂപത്തിൽ നല്ല കട്ടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കി ഇതേ രീതിയിൽ കിട്ടും. നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കറക്റ്റ് അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ എനിക്ക് കിട്ടി. ഞാൻ ഈ സ്പൂൺ കൊണ്ട് ഒന്ന് സ്കൂപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നോക്ക്, നിങ്ങളതിൻ്റെ ടെക്സ്ചർ നോക്ക്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ